ഇത് മധുരമുള്ളല്ലേ? ആ മധുരമുള്ള. എന്തെല്ലാന്ന് അങ്ങനെ പോന്ന്. ആടെ ബോർഡ് വെക്കല്ലേ? അല്ലേടോ രാജു, രാജു കുറച്ചെടുത്തോട്ട് വെക്കട്ടെ. അങ്ങോട്ട് എത്രയാണു? ആ അതാ പഴത്തിന്റെ പൈസയും കൂടി ഞാൻ കൊടുത്തു. സിയാറെ, നമ്മളെ മാഷ വീട്ടിലൊന്ന് പോവുക. ഇവിടത്തെ കത്തിച്ച മാഷയോ? വേറെ പണിയില്ലടോ. ശരിയാ. അല്ല പോക്കർക്ക, നിങ്ങളെന്താ ഓട്ടോറിക്ഷ ആയിട്ട്? അല്ല ഷിജു, ഇന്നാള് പ്രഷർ നോക്കണ്ടിട്ട് ഇവിടുന്ന് കാന്തറ നടന്നു പോയി മനസ്സിലായത്. ഇപ്പൊ ഓട്ടോറിക്ഷ വിളിച്ചന്ന് എന്താണ് സമ്മതിച്ചിങ്ങളാ? മീനെ പറ പെണ്ണാവുന്നു തോന്നുന്നു. അതിനൊരു കാര്യല്ലേ, ഒരു ഓട്ടോറിക്ഷയിലേക്കുള്ള സാധനല്ലേ റേഷൻ പീടിയിൽ നിന്ന് കിട്ടിയത്. അത് കാര്യ. എന്തായാലും ഒരു മാറ്റം വന്നല്ലോ ഇതുകൊണ്ട്. പോക്കർക്ക് ഓട്ടോറിക്ഷ കയറി. അല്ല പോക്കർക്ക, നിങ്ങൾ ലോട്ടറി അടിച്ചിക്കോ? ഇപ്പൊ എത്രയാ പെൻഷൻ? 1400. അതെയോ? 1400 ഉണ്ടോ? ആന്നടോ, അടുത്ത മാസം മുതൽക്ക് 100 റുപ്യ കൂടി കൂടുക. എങ്ങനെങ്കിലും 60 കിട്ടിയ വീട്ടിൽ കുറിച്ച് പെൻഷൻ വാങ്ങാലോ. ഇനി വാ, നമുക്ക് മാഷ് എടുത്തോളം പോവാം. സിയാറെ, പവിത്ര മാഷ് വീണ് കൈയൊടിഞ്ഞ് കിടക്കുന്നതിനെ കൊണ്ട് ഇല്ലേ മൂപ്പര് മുന്നേ തന്നെ ഉണ്ടാകുക ഓരോ പ്രചരണത്തിന്. അത് ശരിയാ, മൂപ്പരെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാ. മാഷ് പറഞ്ഞാ കൊറേ രക്ഷിതാക്കളും കേൾക്കും. ആ ടീച്ചറെ കയറി ഇരിക്കട്ടോ, മാഷ് താഴെയുണ്ട്. ആരൊക്കെയാ? വാ കേറിയിരിക്കേ. വന്ന കാലം നിൽക്കാണ്ട് കേറിയിരിക്കുന്നു. ആയിക്കോട്ടെ മാഷേ. ഞാനവിടെ ഇരിക്ക. അതാ നല്ലത്. പിന്നെന്തല്ല മാഷെ, കൈക്കെങ്ങനെയുണ്ട്? ഇപ്പൊ അരിക്കൊക്കെ മരുന്നുകൊണ്ടൊക്കെ മാറിടൂ. പക്ഷെ അതിലും വലിയ വീഴ്ചകൾ ചില കാര്യങ്ങളിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ഈ മഹാദുരന്ത കാലത്ത് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന് പകരം ഞങ്ങളെപ്പോലുള്ളവരെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായി പോയിട്ടുണ്ട്. അതിരിക്കട്ടെ, എന്താ ഇവനെന്താ നിങ്ങളുടെ കൂടെ? അതെ മാഷേ, ഇവരെ കൂടെ കൂടിയരാന്ന് എനിക്ക് ചില സത്യങ്ങളൊക്കെ മനസ്സിലാക്കണേ. എന്തായാലും ഏത് നട്ടപ്പാർക്ക് വിളിച്ചാലും ഒരു അത്യാവശ്യം ഓടിയെത്താൻ ഇവരെ പോലത്തെ ആൾക്കാരല്ലേ ഉണ്ടാവൂ. അല്ല, കുടിക്കാൻ എന്താ എടുക്കണ്ട്? ചായയോ കാപ്പിയോ വെള്ളോ എന്താ? ഒന്നും വേണ്ട മാഷേ, ഞാള് പകൽ വീട്ടിൽ കുറച്ച് ചോറ് കൊണ്ടു കൊടുക്കാൻ. ഞാളാന്നുള്ളത് കൊണ്ടു കൊടുക്കില്ല, ഞാളെ കൂട്ടത്തിലാൻ കഴിക്കുകയും ചെയ്തു. അതേ മാഷേ, നമ്മളെ ജനകീയ ഹോട്ടലുണ്ടല്ലോ, 20 ഉറുപ്പിക്ക് നല്ല സൂപ്പർ ചോറല്ലേ കൊടുക്കുന്നത്. അടിപൊളി ഭക്ഷണ. എന്താ മോശ? നമ്മുടെ വിശപ്പ് രഹിത കേരളം പദ്ധതി അല്ലേ? ശരിയാ. കാവിലെ കുരങ്ങുകൾ, പക്ഷികൾ, തെരുവിലൂടെ അലയുന്ന നായ്ക്കൾ, ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്തോ എന്ന് അന്വേഷിക്കുന്ന ലോകത്തിലെ ഏക ഭരണാധികാരി വേറെ എവിടെയെങ്കിലും ഉണ്ടാവൂ ഇങ്ങനെ? ക്ലാസ് എടുത്തതായിരുന്നു കുട്ടികൾക്ക്. ഇവിടെ മുകളിലെ റേഞ്ച് ഉള്ളൂ. അതിപ്പോ കെ ഫോൺ വന്നാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുമോ? ഫുൾ റേഞ്ച് ആയിരിക്കും. 20 ലക്ഷം BPL കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ടാണ് ഇപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്നത്. അതെയോ? നമ്മുടെ വിദ്യാഭ്യാസ രംഗം അല്ലേ, എല്ലാ സ്കൂളുകളും ഹൈടെക് ആകുക, സ്മാർട്ട് ക്ലാസുകൾ. കഴിഞ്ഞ 4.5 കൊല്ലം കൊണ്ട് 5.5 ലക്ഷം കുട്ടികളാ നമ്മളെ സർക്കാർ സ്കൂൾ വർദ്ധിച്ചത്. 5.5 ലക്ഷം കുട്ടികൾ. അല്ല മാഷേ, പറഞ്ഞു മാഷ് മാറിയോ? ഞാൻ മാറണ്ടടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലൈഫ് മിഷൻ പദ്ധതി വീടില്ലാത്ത 2.5 ലക്ഷം കുടുംബങ്ങൾക്കാ കേരളത്തിൽ വീട് കൊടുത്തത്. അത് കാണുന്ന നാട്ടിലല്ലേ ഞാൻ ജീവിക്കുന്നത്? നമ്മുടെ ആരോഗ്യരംഗം അല്ലേ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാകുക. മെഡിക്കൽ കോളേജിൽ പോയി നോക്കണം. മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രികളെക്കാൾ വലിയ സൗകര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ കാലത്തെ കൊറോണയ്ക്ക് വികസിത രാജ്യങ്ങളിലൊക്കെ 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെയാ ചെലവ് ചികിത്സയ്ക്ക്. ഇവിടെയോ കേരളത്തിലോ സൗജന്യ ചികിത്സ. വേറെ എവിടെ ഉണ്ടോ ഇതുപോലത്തെ ഒരു നാട്? ഇതല്ലേ ദൈവത്തിന്റെ സ്വന്തം നാട് അല്ലേ? പിന്നെ ഞാൻ ഇപ്രാവശ്യം മാറിയിട്ടില്ലെങ്കിൽ ഞാൻ 1000കണക്കിന് കുട്ടികളെ പഠിപ്പിച്ച ഗുരുനാഥനാ. ആ മക്കൾ എന്നോട് ചോദിക്കില്ലേ, ശരിയുടെ ഈ ഒരു പെരുമഴക്കാലത്ത് എങ്ങനെയാ മാഷേ ഇങ്ങക്ക് കള്ളത്തരം പറയാൻ കഴിയാന്ന് ലേ? മാറണം, ഇടതുപക്ഷത്തോടൊപ്പം ചേരണം.
നാടിനിയും മുന്നേറണം.